ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗൾഫ് ജീവിതം അപ്രതീക്ഷിത സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ചിലപ്പോൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന്, സംഭവിക്കുന്നത് മറ്റൊന്ന്. സംഭവിക്കുന്നത് എന്തെന്ന് പ്രതീക്ഷിക്കാനാവാത്ത അവസ്ഥ. വലിയ വലിയ മോഹങ്ങളും സ്വപ്നങ്ങളുമായി എത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ചില ഘട്ടങ്ങളിൽ തടസ്സം സംഭവിക്കും. ആ തടസ്സം അത് ചിലപ്പോൾ ജീവിതം തന്നെ തകർക്കപ്പെടുന്ന അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഈ എപ്പിസോഡിൽ ഒരു പ്രവാസി മലയാളിയുടെ ജീവിത കഥയിലെ വർത്തമാനകാല അവസ്ഥയാണ് പറയുന്നത്. സാമ്പത്തികമായി ഉയർന്ന അവസ്ഥയിലുണ്ടായിരുന്ന മൂസക്കുട്ടി എന്ന പട്ടാമ്പി സ്വദേശി ദയാനുകമ്പ അർഹിക്കുന്ന വിധത്തിൽ നിസ്സഹായമായി കിടക്കുകയാണ്. ദയനീയമായ ഹൃദയഭേദകമായ കഥയാണിത്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു പ്രവർത്തിക്കുകയും ജീവിതം സാമ്പത്തിക ഉന്നമനത്തിലെത്തിച്ചുവെങ്കിലും പൊടുന്നനവേ ചീട്ടുകൊട്ടാരം പോലെ അതൊക്കെ തകർന്നടിയുകയായിരുന്നു. നല്ല ആരോഗ്യത്തിൽ കഴിയുമ്പോൾ സാമ്പത്തിക ശേഷിയുള്ള കാലയളവിൽ വിജയഗാഥയുടെ പെരുമ്പറ മുഴങ്ങുമ്പോൾ ചുറ്റും ആശ്രിത വത്സരെ കാണാനാവും. അവർ ആജ്ഞാനുവർത്തികളുമാവും. അപ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം ഇവരൊക്കെ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. എന്നാലോ യാഥാർത്ഥ്യം മറ്റൊന്ന്. ആരോഗ്യവുമില്ല, പണവുമില്ല, പരാജയങ്ങൾ മാത്രമാകുമ്പോൾ ചുറ്റുമുള്ളവരെ പെട്ടെന്ന് കാണാതാവുന്നു. കടബാധ്യതകളുടെ പട്ടിക നീളുമ്പോൾ ഒരു നാൾ ഇങ്ങനെയൊക്കെ വന്നേക്കുമെന്ന ആശങ്ക മൂസക്കുട്ടിക്കില്ലായിരുന്നു. എല്ലാം നേരാവണ്ണം ആയി മാറും, അല്ലെങ്കിൽ ഇതൊക്കെ താൽക്കാലികമായ തടസ്സങ്ങൾ എന്നൊക്കെ കരുതി ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിച്ചെങ്കിലും ഒരിക്കലും തല ഊരാനാവാത്ത വിധത്തിൽ പ്രതിസന്ധികൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2004-2005 വർഷത്തിൽ അവിടെ റാസലൈമ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പ് നടത്തിയായിരുന്നു. ഒരു പാർട്ട്ണറായിട്ട് വരാൻ സ്പോൺസർ ഉണ്ടായിരുന്നു. നല്ല നിലയിൽ പ്രവർത്തിച്ച് പോരായിരുന്നു. ഇതിനിടയ്ക്ക് ചെറിയൊരു ചെക്കും റിട്ടേൺ ആവുകയും അതിനുമായി ചെറിയ പ്രശ്നം വന്ന് സ്പോൺസർമായിട്ട് ചില അഭിപ്രായങ്ങൾ വരികയും അങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് ഇവനെ മാറ്റി നിർത്തുകയും ഈ ഷോപ്പ് സ്പോൺസർ ഏറ്റെടുക്കുകയും അതിൻ്റെ ബാക്കിൽ അവനക്ക് ഒരുപാട് ചെക്ക് കൊടുത്ത് ഒരു റിട്ടേൺ ആവുകയും ഒരു പ്രശ്നങ്ങൾ വരികയും ഉണ്ടായി. അങ്ങനെ അവൻ ജയിലിൽ പോയി. 2005-2006 വർഷത്തിൽ അവൻ ജയിലിൽ പോയി. ഒരു കൊല്ലത്തോളം അന്ന് കിടന്നു. അങ്ങനെ ഇവനക്ക് അതിന് ബാക്കിൽ പുറകിലായിട്ട് ഒരുപാട് ചെക്കുകൾ റിട്ടേൺ ആവുകയും ഒരുപാട് പ്രശ്നങ്ങൾ വരികയും ചെയ്തു. അങ്ങനെ ഏകദേശം 2 വർഷം വീണ്ടും ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഇവൻ കളക്ട് ചെയ്യാനുള്ള പൈസ അവനക്ക് എടുക്കാൻ പറ്റില്ല. ഷോപ്പിലന്ന് ഒരുപാട് സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും ഇവനക്ക് ചെയ്യാൻ പറ്റില്ല. ഇവൻ പുറത്താവുകയും ചെയ്തത്. രോഗത്തിന് പുറമെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമക്കുരുക്കും പെട്ടിരിക്കുകയാണ് ഈ ഹതഭാഗ്യൻ. 20 വർഷം മുമ്പ് UAE-യിലെത്തിയ മൂസക്കുട്ടി റാസൽ ഖൈമയിൽ സ്വന്തമായി ബിസിനസ് നടത്തുകയായിരുന്നു. നല്ല നിലയിൽ നടത്തുകയായിരുന്ന ബിസിനസ് പിന്നീട് ചില പ്രതിസന്ധിയിൽപ്പെട്ട് തകർന്നു. തുടർന്ന് നിയമക്കുരുക്കിലുമായി. ഇതോടെ മൂസക്കുട്ടിക്ക് പുറത്തു പോകാൻ രക്ഷയില്ലാത്ത അവസ്ഥ വന്നു. ഇതിനിടെ സ്പോൺസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ റാസൽ ഖൈമ കോടതി 15 ലക്ഷം ദിർഹം സ്പോൺസർക്ക് നൽകാൻ വിധി പ്രഖ്യാപിച്ചു. എന്നാൽ ഇത്രയും തുക അടക്കാൻ മൂസക്കുട്ടി കഴിഞ്ഞില്ല. തുടർന്ന് ജയിലിൽ അകപ്പെട്ടുവെന്ന് മൂസക്കുട്ടിയുടെ സഹോദരൻ ഹൈദർ പറഞ്ഞു. നാട്ടിലെത്തിക്കഴിയുമ്പോൾ ട്രാവൽ ബാൻ നീക്കി കിട്ടണം. അത് അയാൾ ഒന്നിലെ ഒഴിവാക്കണം. അയാൾ 10 ലക്ഷമാണ് ചോദിക്കുന്നത്. ഇനി ഇന്ത്യൻ ഗവൺമെൻറ് നമ്മളെ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു വഴി അവർ തുറന്നു തരണമെങ്കിൽ അത് മാത്രമേ മുമ്പിൽ വഴിയുള്ളൂ. അപ്പോൾ നാട്ടിൽ അവനക്കാണെങ്കിൽ സ്വത്ത് കാര്യങ്ങളൊന്നും ആദ്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒരു വിഷയത്തിനൊക്കെ വിറ്റിട്ടെല്ലാം ഇന്നിപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് തന്നെ 11 വർഷമായി. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ 3 മാസത്തിന് വിസിറ്റ് വന്നപ്പോൾ അതിനൊരു കഴിയാണ്. ഈ 15 ദിവസം എനിക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി എന്താ ചെയ്യാമെന്ന് നമ്മൾ മുന്നിലൊരു വഴിയും അതൊന്നും കാണുന്നില്ല. ഈ അവസ്ഥയിൽ എത്ര കാലം ആശുപത്രിയിൽ കഴിയും? മറുപടി ഇല്ലാത്ത ഒരു ചോദ്യമാണത്. ഉമ്മയും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം. അവർക്ക് മറ്റൊരു ആശ്രയവുമില്ല. മൂസക്കുട്ടി മൃതപ്രായമായി ആശുപത്രിയിൽ. വിദഗ്ധ ചികിത്സക്കായി മൂസക്കുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബന്ധുക്കളുടെ ആഗ്രഹം. എന്നാൽ നിയമപ്രശ്നങ്ങളും സാമ്പത്തിക പരാധീനതകളും അതിന് തടസ്സമായി നിൽക്കുന്നു. ശരീരത്തിൻ്റെ ഇടതുഭാഗം പൂർണ്ണമായി തളർന്നു. സംസാരിക്കാൻ കഴിയാതെയായി. കൈകാലുകൾ ശോഷിച്ചു. പിന്നീട് മൂസക്കുട്ടിയെ ICUവിൽ നിന്നും വാർഡിലേക്ക് മാറ്റി. മൂസക്കുട്ടിയുടെ അവസ്ഥ വീട്ടുകാരെ ധർമ്മസങ്കടത്തിലാക്കി. ആശുപത്രിയിൽ സഹായിക്കാൻ സഹോദരൻ ഹൈദർ നാട്ടിൽ നിന്നും ഷാർജയിലെത്തുകയായിരുന്നു. 20 വർഷം മുമ്പ് UAE-യിലെത്തിയ മൂസക്കുട്ടി ഏറ്റവും ഒടുവിൽ നാട്ടിലേക്ക് പോയത് 2004-ൽ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കുചേരാനുള്ള യാത്ര. 12 വർഷമായി നാട്ടിലേക്ക് പോയിട്ടില്ല. മൂസക്കുട്ടിയെ എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തിക്കാൻ ബന്ധുക്കൾ സഹായം തേടുകയാണിപ്പോൾ. 15 ലക്ഷം ദിർഹം സ്പോൺസർക്ക് നൽകാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു.
ജീവിതം തന്നെ തകർന്ന നിലയിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ കഴിയുന്ന മൂസക്കുട്ടിക്കോ അയാളെ ആശ്രയിച്ച് പട്ടിണിയിലായ ബന്ധുക്കൾക്കോ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. പ്രവാസ ജീവിതത്തിലെ ഇത്തരം അനുഭവങ്ങൾ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കൃത്യമായ സാമ്പത്തിക ആസൂത്രണവും സാമ്പത്തികമായ അച്ചടക്കവും ജീവിതത്തിലുടനീളം അനിവാര്യമാണ്. വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ചും. അപ്രതീക്ഷിതമായത് പ്രതീക്ഷിക്കുക എന്നതും പ്രവാസ ജീവിതത്തിലെ വീഴ്ചകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. UAE ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവിടങ്ങളിൽ എല്ലാ സഹായവും അഭ്യർത്ഥിച്ച് ബന്ധുക്കൾ അപേക്ഷ നൽകിയിരിക്കുകയാണ്. മൂസക്കുട്ടിയുടെ ഇനിയുള്ള ജീവിതം സുമനസ്സുകളുടെ സഹായത്തോടെ മാത്രം. അടുത്തത് ലീഗൽ ഫോക്കസ്. ലീഗൽ ഫോക്കസിൽ ഞങ്ങൾ ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് മൂസക്കുട്ടിയുടെ ജീവിത കഥയിലെ നിയമപരമായ വശങ്ങളാണ്. നിയമപരമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ചില ഘട്ടങ്ങളിൽ നമുക്ക് പുതിയ വെളിച്ചം നൽകുന്നു. പ്രവാസ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും പരിഹരിക്കാൻ എന്തൊക്കെ നടപടികൾ കൈകാര്യം ചെയ്യണമെന്നത് സംബന്ധിച്ച നിയമപരമായ വിശകലനം. തന്നിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു സിവിൽ കേസാണ്. സിവിൽ കേസിൽ 1,578,000 ആണ് ഈ സ്പോൺസറായിട്ടുള്ള മിസ്റ്റർ സുവൈദി ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതിന് അനുകൂലമായൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവുകയും ഇതൊരു സിവിൽ കേസാണ്. സിവിൽ കേസിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ആദ്യം എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യും. അതിനുശേഷമാണ് പേഴ്സണെ ഡീറ്റെയിൻ ചെയ്യാനായിട്ട് അറസ്റ്റ് ഓർഡർ വരുന്നത്. അറസ്റ്റ് ഓർഡർ വന്നാൽ സാധാരണ ക്രിമിനൽ കേസിലെ പോലെയല്ല. അറസ്റ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് 6 months കൂടുതൽ ഒരാളെ ഡീറ്റെയിൻ ചെയ്യാനൊക്കില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഓർഡർ എടുത്ത് അങ്ങനെയാണ് അയാൾ. പക്ഷേ മാക്സിമം പീരീഡ് ഓഫ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് 36 months കൂടാൻ പാടില്ല എന്നാണ് UAE സിവിൽ പ്രൊസീജിയർ കോഡ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം 36 months അകത്ത് കഴിഞ്ഞിട്ടുള്ളത്. അതിനാൽ അത് ഇയാളുടെ ഒബ്ലിഗേഷനെ വേവ് ചെയ്യുന്നില്ല. സുവൈദിക്ക് കിട്ടാനുള്ള പൈസ കൊടുത്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഈ ക്രെഡിറ്റർ പറയണം എനിക്ക് പൈസ ഒന്നും കിട്ടാനില്ല, ഞാൻ ഇയാളെ റിലീസ് ചെയ്തിരിക്കുന്നു എന്ന് അയാളുടെ ഭാഗത്ത് നിന്ന്, ക്രെഡിറ്ററുടെ ഭാഗത്ത് നിന്ന് ഒരു തനാസിലുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂസക്കുട്ടിക്ക് പുറത്തു പോകാൻ ഒക്കുകയുള്ളൂ. ഏത് വിദേശ രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ നിയമപരിരക്ഷ ഉറപ്പുവരുത്തണമെന്നതും നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനകത്ത് സത്യത്തിൽ ഒരു കേസ് കൊടുക്കാനുള്ള 15 വർഷം ടൈം ബാറാണ്. പക്ഷേ കേസ് കൊടുത്ത് ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടൈം ബാറിനെ കുറിച്ച് പറയുന്നില്ല. ഇതിപ്പോഴാകെ ചെയ്യാൻ കഴിയുക നമുക്ക് ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുത്തു നോക്കിയാൽ എന്താണെന്ന് അറിയാൻ കഴിയും. അവർക്ക് കുറച്ച് ഇത് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ ഈ സ്പോൺസർ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ സുവൈദി ആരാണോ സിവിൽ ക്ലെയിം ഫയൽ ചെയ്തിരിക്കുന്നത് അദ്ദേഹവുമായി ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തുകയും കുറച്ച് പൈസ കൊടുത്ത് അത് സെറ്റിൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു തനാസിൽ വാങ്ങിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. പുതിയ കേരള സർക്കാരിനെ പ്രവാസി സമൂഹം എങ്ങനെ കാണുന്നുവെന്ന വിഷയം സംബന്ധിച്ച ചർച്ചയാണ് അടുത്തത്. അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ വെച്ച് നടന്ന ചർച്ചയുടെ തുടർഭാഗം. ഗൾഫ് ഫോക്കസിൻ്റെ സംവാദത്തിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യാണ്. വളരെ കാലിക പ്രസക്തമായ ഒട്ടേറെ വിഷയങ്ങൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഉന്നയിക്കുന്നൊരു ചോദ്യം, ഈ ഗവൺമെൻറ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് സ്ത്രീ എന്ന നിലയിൽ പുതിയ സർക്കാരിനെ നോക്കിക്കാണുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ജനതയുടെ പ്രതീക്ഷകളെ ഒന്നടങ്കം നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയാണ് പിണറായി സർക്കാർ അധികാരത്തിലേറ്റിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 2 വനിതാ മന്ത്രിമാർ മന്ത്രിസഭയിലെത്തിയത്. തീർച്ചയായിട്ടും അത് സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് നോക്കിക്കാണുകയാണെങ്കിൽ അതൊരു നല്ല ചുവടുവെപ്പായിട്ട് തന്നെ ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നു. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ്, തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നത്തെ കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ സുരക്ഷിതമല്ല, സ്ത്രീകളൊട്ടും തന്നെ. അപ്പോൾ അതിനുള്ള കൂടുതൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടുന്ന കൂടുതൽ നടപടികൾ തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ വിഷയം പുതിയ കേരളവും
പുതിയ പ്രതീക്ഷകളുമാണ്. അപ്പോൾ ഈ പ്രതീക്ഷകൾ, ഇത്തരം പ്രതീക്ഷകൾക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഊന്നൽ നൽകുന്നത്. അതുപോലെ മറ്റൊരു പോയിന്റ് പറയുകയാണെങ്കിൽ പറയാൻ പറ്റും, നമുക്കറിയാം നമ്മുടെ യുവജനങ്ങൾ പിന്നെ അവരെ കൂടുതൽ ആകർഷിക്കാൻ പാകത്തിൽ നമ്മുടെ IT മേഖല, ബയോടെക്നോളജി മേഖല, അതുപോലെ ടൂറിസം, ഇത്തരം മേഖലകളിൽ കൂടുതൽ സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ നമ്മുടെ യുവജനതയെ കൂടുതൽ കേരളത്തിലേക്ക് തന്നെ ആകർഷിക്കാൻ പറ്റും എന്നത് മറ്റൊരു പ്രതീക്ഷയാണ്. അതുപോലെ മറ്റൊരു കാര്യം നമുക്കറിയാം, കഴിഞ്ഞ മന്ത്രിസഭ, ഞാനങ്ങനെ ഒരു കുറ്റം പറഞ്ഞ് ഇതാക്കുകയല്ല, പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭ നമുക്കറിയാം 25 ലക്ഷം പേർക്ക് യുവജനങ്ങൾക്ക് തൊഴിൽ എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്. പക്ഷെ അതൊക്കെ വെറും വാക്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതൊന്നും പ്രാവർത്തികമാക്കിയിട്ടൊന്നുമില്ല, അത് ഉറപ്പാണ്. സത്യസന്ധമായ കാര്യങ്ങൾ പറയുക. ഒരു ഗോളത്തിൽ ജീവിക്കുന്നവരല്ല ഇന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരികൾ. എനിക്കുള്ള ഒരു പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ അവർ അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ പ്രഖ്യാപിച്ച അടിമുടിയുള്ള മാറ്റങ്ങൾ മാത്രവുമല്ല, ഒരു നിസ്സംശയമില്ലാതെ കേരളത്തിലെ മാധ്യമങ്ങൾ, ഒട്ടുമുക്കാൽ മാധ്യമങ്ങളും പിണറായി വിജയൻ ചിരിക്കാറില്ല, പിണറായി വിജയൻ കണ്ടാൽ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവില്ല, പിണറായി വിജയനെ VS അച്യുതാനന്ദനും VS അച്യുതാനന്ദനെ പിണറായി വിജയനും തോൽപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ആ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ അഖിലേന്ത്യ തലത്തിലുള്ള പത്രങ്ങൾ പോലും വളരെ ഭംഗിയായി അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ കുറ്റമറ്റ രീതിയിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനും സാധ്യപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ് UDF-കാർക്ക് ഒരു പാർട്ടി സെക്രട്ടറിയെ കൃത്യമായി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണോ ഈ UDF എന്ന് പറയുന്ന സംഘടന? അത്രമാത്രം മതം പതിച്ചൊരു സംഘടനയാണ്. അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് ഇപ്പം അദ്ദേഹം ഭൂഗോളം എടുത്തു വെച്ച് മേശപ്പുറത്ത് വെച്ച് തിരിച്ചിട്ട് ഞാൻ ഏത് രാഷ്ട്രത്തിലാണ് പോവാത്തത്, ആ രാഷ്ട്രം കണ്ടെത്തി പിറ്റേ ദിവസം പോകാൻ തുടങ്ങി. കേരളത്തിലേക്ക് തിരിച്ചു വരാം. എനിക്ക് LDF ഗവൺമെൻറ്റിനോട് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, ധാരാളം MLA-മാർ LDF-ന്റെ പ്രതികളായിട്ട് കേരളത്തിലുണ്ട്. പക്ഷേ ഈ MLA ഫണ്ടുകൾ കൃത്യമായി അതാത് മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ആ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ അതാത് MLA-മാർക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല അത് കൃത്യമായി പരിശോധിക്കപ്പെടുകയും വേണം. മിക്കപ്പോഴും കൊല്ലാവസാനം 5 വർഷം കഴിയുമ്പോൾ MLA ഫണ്ട് അവിടെ ഇത്രയധികം ബാക്കിയുണ്ട്, പാർലമെൻറ്റ് മെമ്പർ ഇതുണ്ട്. ഇതെല്ലാം ജനവികസനത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട ഫണ്ടുകളാണ്. ഈ ജനവികസനത്തിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള പരിശോധന കൂടെ ഇടതുപക്ഷം ചെയ്താൽ ഈ ഗവൺമെൻറ് അടുത്ത 5 വർഷം കൂടെ തുടർന്നു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന ആകാംക്ഷ കേരളം വിട്ട് ഗൾഫിലെത്തുന്ന ഏത് പ്രവാസി മലയാളിക്കും ഉണ്ടാവുക സ്വാഭാവികം. രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക മേഖലയിലെ ഓരോ ചലനവും കേരളത്തിന് പുറത്തുള്ള മലയാളികൾ വളരെ താല്പര്യത്തോടെയാണ് വീക്ഷിക്കുന്നത് എന്നും അറിയുക. അപ്പോൾ നമ്മുടെ നാട്ടിലെ മിക്കവാറും പച്ചക്കറികൾ ഹോർട്ടിക്കൾച്ചർ നോക്കി റെക്കമെൻഡ് ചെയ്യുകയാണ് പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് തമിഴ്നാടുകാരാണ്. ഈ സ്ത്രീകൾ എന്തുകൊണ്ട് ഈ കൃഷി, ജൈവ കൃഷി അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ചെറിയൊരു 5 സെൻറ്റ് ഭൂമി ഉണ്ടായാൽ പോലും ആ വീടിന് ആവശ്യമായ കൃഷി ഉണ്ടാക്കാമെന്നുള്ള പഴയ തലമുറ പഠിപ്പിച്ചതാണ്. അപ്പോൾ സ്ത്രീകളിൽ മടിയന്മാരായി മാറിയത് കൊണ്ടാണെന്നുള്ള നമ്മൾ ഗവൺമെൻറ് വിടാം ഒരു ധാരണ വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? സ്ത്രീകൾ അങ്ങനെ അങ്ങനെ നമുക്ക് ഒന്നടങ്കം സ്ത്രീകളെ ആക്ഷേപിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, കുടുംബശ്രീ പോലെയുള്ള സ്വയം സഹായ സംഘങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് ഒരുപാട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ ഒന്നടങ്കം മടിയന്മാർ എന്ന രീതിയിൽ അത് കേരള സമൂഹത്തിന്റെ നമ്മുടെ വീടുകളിൽ ഒരു കരിയാപ്പില്ലാത്ത വീടില്ലായിരുന്നു, ഒരു മൂട് ചീനിയില്ല, ഒരു മൂട് കാന്താരി ഇല്ലാത്ത വീടുകളില്ലായിരുന്നു. ഇന്നിപ്പം നമ്മുടെ വീടുകളിൽ നമ്മുടെ ഒട്ടുമുക്കാൽ വീടുകളിൽ എടുത്ത ഒരു മൂട് കാന്താരിയോ ഒരു മൂട് ചീനിയോ അവിടെ ഇല്ല. എന്താണ് കാരണം? നമ്മുടെ നാട്ടിലെ മടിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഹയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല, നമ്മുടെ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളൊക്കെ തന്നെയാണ്. കാരണം പിന്നെ അമിതമായ കാശുകൾ കൊടുക്കുന്ന പ്രവാസി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മൾ വളരെ ചുരുങ്ങി ജീവിച്ചുകൊണ്ട് നമ്മളുള്ള പൈസ മുഴുവൻ വീട്ടിലേക്ക് കൊടുക്കുകയാണ്. നമ്മളവിടെ അവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവിടെ പച്ചക്കറി എന്ന് പറയുന്നത് ഗവൺമെൻറ് പറഞ്ഞിട്ടല്ല, സ്വയം ഒരു ബോധ്യവിര. അപ്പോൾ ഈ പ്രവാസികൾക്ക് പലപ്പോഴും രാഷ്ട്രീയ ബോധം തൊട്ട് എല്ലാ ബോധങ്ങളിലും ഉയർന്നു നിൽക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ കേരളത്തിലും മാധ്യമപ്രവർത്തനം നടത്തിയാളാണ്. പക്ഷെ ആ ഒരു ധാരണ എന്തുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും ഉണ്ടാവുന്നില്ല? സ്വയം പര്യാപ്തമാവാൻ ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വരുമ്പോൾ ഒരു സന്നദ്ധമായ ഒരു വിഭാഗം വരുന്നുണ്ടെങ്കിലും കൂടുതൽ വരുന്നില്ല എന്നൊരു പരാതി പൊതുവെയുണ്ട്. അതേക്കുറിച്ചുള്ള ചർച്ചയാവും. കേരളത്തിൽ കൃഷി അന്യം നിന്നു പോകുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അത് കുറേ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ തൊടിയിലും ഒക്കെ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. പക്ഷേ
കൃഷി എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാനാണ്, എല്ലാത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഇത് വന്നപ്പോഴാണ് നമ്മുടെ അങ്ങനെയുള്ള കുടുംബകൃഷി ഇല്ലാതെ പിന്നെ അത് നാണ്യവിളകളിലേക്ക് റബ്ബറിലേക്കും ഒക്കെ പോകുന്നത്. അങ്ങനെ ഒരു മാറ്റം കേരളത്തിന് സംഭവിച്ചിട്ടുണ്ട്. അല്ല സ്ത്രീകളുടെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ പണ്ട് കൂട്ടുകുടുംബമായിരുന്നു, ഇപ്പോൾ അത് അണുകുടുംബമായി. അണുകുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം, അവിടെ ആ 10 സെൻറ്റ് സ്ഥലത്തിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു വീട്, അതിൻ്റെ മുറ്റം മുഴുവൻ ടൈൽസ് ഇട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ ഒരു മാറ്റം, അതിന് ഒരു പ്രവാസികളുടെയൊക്കെ ഒരു പങ്ക് അതിൽ നല്ല പോലുണ്ട്. പിന്നെ ജനകീയാസൂത്രണ പ്രസ്ഥാനമൊക്കെ വന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെയാണെങ്കിലും പിന്നെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്രാവശ്യം 3 സെൻറ്റ് സ്ഥലമുള്ള, ഇപ്പോൾ കുടുംബശ്രീ ഒക്കെയായി ബന്ധപ്പെട്ട് 3 സെൻറ്റ് സ്ഥലമുള്ള ആൾക്കാർക്ക് പോലും ടെറസിലും അല്ലെങ്കിൽ കാരി ബാഗ് ഒക്കെ തന്നിട്ടുള്ള കൃഷി നന്നായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം ആ രീതിയിലേക്ക് വരുന്നുണ്ട്. ഗ്രോ ബാഗ് തന്നിട്ടുള്ള വരുന്നുണ്ട്. സാർ, ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. കാർഷിക മേഖലയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് അതിൻ്റെ സമയമാകുമ്പോൾ മാർക്കറ്റിൽ വില കിട്ടാതെ വരുന്നത് അതൊരു വലിയൊരു ഘടകമാണ്. കാരണം ഇപ്പോൾ ഏത്തക്കൃഷിയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സമയമാകുമ്പോൾ നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ സാധനങ്ങൾക്ക് നമ്മുടെ വില കിട്ടുന്നില്ല. കാര്യം ഇന്നിപ്പോൾ ഒരാളെ നിർത്തി നമ്മളത് പണിയിപ്പിക്കണമെന്ന് 700 രൂപ 800 രൂപ കൊടുക്കണം. അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അതിന് വിലയില്ലെന്ന് വരില്ല, എന്ത് ചെയ്യാനായിട്ടൊക്കും? തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഏത്തക്കായ ഇന്ന് 60 രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സമയത്ത് അത് വെറും 30 രൂപയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കടയിൽ വെറുതെ കൊടുക്കുകയാണ്, കാശ് പോലും കിട്ടുന്നില്ല. കാരണം അത് എടുക്കാൻ പോലും നമ്മുടെ അവിടെ ആളില്ലാതെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. നേരത്തെ ഷിബു പറഞ്ഞതിലേക്ക് തന്നെ ഞാൻ പറയുന്നത്, കാരണം സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ല, പ്രതീക്ഷകളും വളരെയധികം സ്വപ്നം കാണുന്ന ഒരു ഗവൺമെൻറ്റും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റാണ്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയങ്ങൾ, കേരളത്തിന് സ്വന്തമായ ഒരു ബാങ്ക്, ഏത് രീതിയിലാണ് കാലിയാക്കിപ്പോയ ഒരു ഖജനാവിൽ നിന്ന് ഇത്തരം ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഇത്രയും പ്രതീക്ഷയോടുകൂടി ഏതെല്ലാം രീതിയിൽ നാം സാമ്പത്തിക സമാഹരണം നടത്തി പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാം എന്ന് വളരെ ഇച്ഛാശക്തിയോടുകൂടി തീരുമാനിക്കാൻ കഴിവുള്ള, അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, സാംസ്കാരിക മേഖല, കാർഷിക മേഖല, എല്ലാ മേഖലയും വളരെ വിശദമായി പഠനവിധേയമാക്കി ഏത് രീതിയിലാണ് ഒരു ഗവൺമെൻറ് ഇവിടുത്തെ സാധാരണക്കാർക്കും ജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി ഏതെല്ലാം രീതിയിൽ ഒരു ഭരണം നടത്താമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ തുടക്കമാണ്. യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല കഴിഞ്ഞ EMS ഭവന പദ്ധതി, MN ലക്ഷം വീട് പദ്ധതി, അത് വളരെ നല്ല രീതിയിൽ നടന്നു പോയിരുന്ന ഒരു പദ്ധതി കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് തകർന്നതിന്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു കുടുംബം പോലും സ്ഥലമില്ലാതെ വീടില്ലാതെ ഇരിക്കുമായിരുന്നു. അതിനെല്ലാം പരിഹാരം കാണുന്ന, എല്ലാ മേഖലയും സ്പർശിക്കുന്ന ഒരു ഗവൺമെന്റാണ്. പിന്നെ ഷിബു പറഞ്ഞൊരു കാര്യം, 24 മണിക്കൂറും മാധ്യമങ്ങൾക്കിടയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയായിരുന്നു കഴിഞ്ഞ കാലത്ത് കടന്നു പോയിരുന്നത്. അതിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ഇത്തവണ കണ്ണൂർ വിമാനത്താവളത്തിൽ ചെന്നിറങ്ങി കൊച്ചി മെട്രോ റെയിലൂടെ സഞ്ചരിച്ച് സ്മാർട്ട് സിറ്റിയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത് അത്തരം ഒരു ഗവൺമെന്റ് മുഖ്യമന്ത്രിയുമല്ല. എനിക്ക് ഒന്ന് സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഏറ്റവും ആരോഗ്യ മേഖലയിൽ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ പരിസര മലിനീകരണം. ആ പരിസര മലിനീകരണം പൂർണ്ണമായും തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് ബഡ്ജറ്റിൽ ഒരു നല്ലൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗവൺമെൻറ്റുകളും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുകയും അതിലൂടെ നമ്മുടെ വീട്ടിലെ പരിസര മലിനീകരണം കുറേ നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ എല്ലാ രീതിയിലും വളരെ പ്രതീക്ഷ തരുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ ഗവൺമെൻറ്. വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷികം തുടങ്ങി ഇൻഫ്രാസ്ട്രക്ചർ, സ്വപ്നങ്ങളെക്കുറിച്ച് പോലും ചർച്ച ചെയ്യുന്ന അതായത് സ്വപ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ഗവൺമെൻറ് ആയിരിക്കും ഇത്. എന്താണ് സ്വപ്നം എങ്ങനെയാവാം? എങ്കിലും ആരോഗ്യകരമായ ചില വീഴ്ചകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത്. നമ്മുടെ ഈ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ അവസാനിച്ചിട്ടില്ല, ഇനിയും വരും. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. പുതിയ കേരളത്തെക്കുറിച്ച് മാത്രമല്ല, ഇനി നമുക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷ കൂടുതൽ വരികയല്ലേ. അപ്പോൾ കൂടുതൽ വരുമ്പോൾ കൂടുതൽ ചർച്ച ആവശ്യമാണ്. അതിലേക്ക് വരാം. നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾക്കിടയിലെ ചതിയും തട്ടിപ്പും വെട്ടിപ്പും സംബന്ധിച്ച ഒട്ടേറെ വാർത്തകൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ഇതിൽ പലതിലും അർഹമായ പരിഗണന ഇരകൾക്ക് ലഭിക്കാറുണ്ട്. നഷ്ടപ്പെട്ട തുക തിരികെ ലഭിച്ച സംഭവങ്ങളും ഏറെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ലഭിച്ച പരാതികളിൽ മിക്കതും സാമ്പത്തിക ഇടപാടുകളിലെ കബളിപ്പിക്കൽ സംബന്ധിച്ചാണ്. പ്രവാസി മലയാളികൾക്കിടയിൽ സാമ്പത്തിക വിശ്വാസ്യത ഇപ്പോൾ തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ്.
ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. കഴിഞ്ഞ ദിവസം ഒരു പരാതിക്കാരൻ പറഞ്ഞത് സ്വന്തം സഹോദരനും അച്ഛനും കൂടി ആ പ്രവാസിയെ സാമ്പത്തികമായി കബളിപ്പിച്ചുവെന്നാണ്. ഇതിൽ പരം ചതി വേറെയുണ്ടോ? ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം.